ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ആലൂ ജീരയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. പിന്നെ കുറച്ച് സ്പൈസസും എല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ലൊരു ടേസ്റ്റി ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ജീരകം 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ കായം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഓയിൽ 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മല്ലി, ഫുൾ മല്ലി തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ. പിന്നെ പച്ചമുളക് 1 എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ജീരകം ഇടാം. ജീരകം ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 1 പച്ചമുളക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിയാണ്. ഫുൾ മല്ലി തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ്. നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കായം പൊടിച്ചതാണ്. കായം പൊടിച്ചത് 1/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ മിക്സ് ചെയ്യാനായിട്ട്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല ഫുള്ളായിട്ട് പൊട്ടാറ്റോയിൽ പിടിച്ചു വരുന്നത് വരെ നന്നായിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് കൂടുതൽ സമയം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം പൊട്ടാറ്റോ നന്നായി വേവിച്ചെടുത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ മസാല നന്നായിട്ട് ഇതിൽ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. മസാലയെല്ലാം പൊട്ടാറ്റോയിൽ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. മല്ലിയൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു മണമാണ് ഇതിന്. പൊടിയായിട്ട് ചേർക്കുന്നതിനേക്കാൾ ഇതുപോലെ കുത്തിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിലോ പിന്നെ ഉപ്പ് വേണമെങ്കിലോ എല്ലാം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആലു ജീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി സൈഡ് ഡിഷാണിത്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്